ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ചധികം ഫേസ് വാഷുകളാണ് നോക്കുന്നത്. അതായത് എല്ലാ സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള കുറച്ച് ഫേസ് വാഷ് ഉണ്ട്. ഇനി ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഫേസ് വാഷ്, അങ്ങനെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള കുറച്ച് ഫേസ് വാഷാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ കുറേ റിവ്യൂസ് നോക്കിയിട്ട് മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ എനിക്ക് സ്കിന്നിന് യൂസ് ചെയ്തിട്ട് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഫേസ് വാഷും ക്ലൻസറുകളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഫേസ് വാഷിനെ ക്ലൻസറിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ അടിയിൽ കാണുന്ന കമൻസ് ആണ്, നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്താൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് മുഖം വെളുക്കോ ഡാർക്ക് സ്പോട്ട് മാറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഫേസ് വാഷ് എപ്പോഴും നമ്മുടെ ഫേസിനെ ക്ലീൻ ചെയ്ത് വെക്കുക ചെയ്യണത്, അല്ലാണ്ട് നമുക്ക് നിറം കൂട്ടാനായിട്ടോ പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ടൊന്നും ഫേസ് വാഷ് നമുക്കത് വർക്കാവില്ല. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഇപ്പം പിമ്പിൾസ് കുറയാനായിട്ടൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ മാറാനായിട്ട് ടാൻ മാറാനൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അത് എളുപ്പത്തിൽ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് വെക്കണം, ക്ലീൻ ആക്കി വെക്കണം. നമ്മളിപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പോഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സെബം അതായത് റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലീൻ ആക്കി വെക്കാനായിട്ട് ഡേർട്ട് പൊടിയും കാര്യങ്ങളും വേർപ്പൊക്കെ മാറ്റിയിട്ട് ഫേസിനായിട്ട് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് സ്കിന്നിലേക്ക് വരികയും ചെയ്യും. പിന്നെ അതേപോലെ നമ്മൾ നല്ല രീതിയിൽ നല്ല ഫേസ് വാഷ് ഒക്കെയാണ് മേടിക്കണമെങ്കിൽ അത് ഈ ഒരു സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതും കൊണ്ട് നമുക്ക് ആക്നേസ് പിമ്പിൾസിലൊക്കെ ഒരു കുറവ് കാണാറുണ്ട് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ. അപ്പം പിമ്പിൾസിനായിട്ട് നമ്മുടെ ഫേസ് വാഷ് കുറയാനായിട്ട് ഫേസ് വാഷ് നല്ലതാണ്, അല്ലാണ്ട് നമുക്ക് ഫേസിൽ നിറം കൂട്ടുന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പം ഫസ്റ്റത്തെ ഒരു ഫേസ് വാഷ് വന്നിട്ട് ഈ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ റിഫ്രഷിംഗ് ഫേഷ്യൽ വാഷാണ്. അതായത് ഇത് സെൻസിറ്റീവ് സ്കിന്നിന് പോലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. കാരണം ഭയങ്കര ജെന്റിൽ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് എന്ന് പറയാം. ഇതിൽ ആൽക്കഹോൾ അതേപോലെ തന്നെ ഫ്രാഗ്രൻസ് അങ്ങനത്തെ കാര്യങ്ങൾ, മിനറൽ ഓയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നോ കളേഴ്സ്, നോ പെർഫ്യൂം, നോ ഹാഷ് കെമിക്കൽസ്. നമ്മുടെ സ്കിന്നിനെ അപ്സെറ്റ് ആക്കുക, എന്താ പറയുക, സ്കിന്നിനെ ഇങ്ങനെ ബാധിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും വരുന്നില്ല. ഭയങ്കര ജെന്റിൽ ആൻഡ് മൈൽഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാം, ഡ്രൈ സ്കിൻ ആണെങ്കിലും യൂസ് ചെയ്യാം. കോമ്പിനേഷൻ നോർമൽ എല്ലാ സ്കിൻ ടൈപ്പിനും നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഈ ഒരു ഫേസ് വാഷ് ഉണ്ടല്ലോ എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഇത് എനിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സ്മെല്ല് എനിക്ക് പിടിക്കുന്നില്ല. അല്ലേ ആ ഒരു പെർഫ്യൂമിന്റെ സ്മെല്ലല്ല, അതായത് അങ്ങനത്തെ ഇല്ല. ഇതിൽ ആ ഒരു ഇൻഗ്രീഡിയൻസിന്റെ സ്മെല്ലുണ്ടല്ലോ അത് അപ്ലൈ ചെയ്യുന്ന സമയത്തൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കയ്യിലിട്ട് പതപ്പിച്ച് മണത്തോക്കണ സമയത്ത് ഇതിന്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ മണപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാണ്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാ സ്കിന്നിനും സേഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വലിഞ്ഞ മുറുകിയ ആ ഒരു ഫീലൊന്നും ഫേസിനില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളൊക്കെ ചില കമൻറ്റ് കാണാറുണ്ട്, അതായത് ഫേസ് വാഷും ക്ലൻസറും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുന്നു. ഫേസ് വാഷിനെക്കാട്ടും എപ്പോഴും കുറച്ചും കൂടെ മൈൽഡ് ആയിരിക്കും ക്ലൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന് റേറ്റ് വരുന്നത് 399 ആണ്. വലിയ ബോട്ടാണ്, 150 ml ആണ്. ഇത് കുറേ കാലം യൂസ് ചെയ്യാണ്ട് കുറച്ച് എമൗണ്ട് മാത്രം എടുത്താൽ മതി. ഈ ഒരു പ്രൊഡക്റ്റ് ഏതാണെങ്കിലും ഫേസ് വാഷ് ഏതാണെങ്കിലും കുറച്ച് മാത്രം എടുക്കാം കേട്ടോ. നമ്മൾ കുറേ ഇട്ടിട്ട് ഇങ്ങനെ ഒരുതണത് നമ്മൾ കൂടുതൽ ആ ഒരു നാച്ചുറൽ ആ ഒരു ഓയിൽ ഒരുപാട് നോക്കിയിട്ട് സ്കിന്ന് ഡ്രൈ ആക്കുക. അപ്പോൾ വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഒരു കുറച്ച് 30 സെക്കൻഡെങ്കിലും നമ്മൾ മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാൻ വേണ്ടി നോക്കുക. അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ആമസോൺ കേട്ടോ, സോറി ഫോൺ വന്നാണ്. ഞാൻ അതൊക്കെ എടുത്തിട്ടുള്ളത് ആമസോണിനാണ്. ആമസോണിൽ നമ്മുടെ ഈ ഒരു 6-ാം തീയതി മുതൽ 13-ാം തീയതി വരെ നമ്മുടെ വാലന്റൈൻസ് ഡേന്റെ ഭാഗമായിട്ട് അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ ലൈവ് ആയിരിക്കും കേട്ടോ. അപ്പം ആ ഒരു ടൈമിൽ എടുക്കുകയാണെങ്കിൽ മിനിമം 40% ഓഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലസ് 10% എക്സ്ട്രാ ഓഫും കൂടെ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ 10% ക്യാഷ് ബാക്ക് കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. പിന്നെ ഇത് നമ്മൾ ഇട്ടിട്ട് കഴുകുന്ന സമയത്ത് ഒരു കുഴകുഴ എന്നുള്ള ഫീൽ എന്ന് പറയില്ലേ, നമ്മുടെ താളിൻ്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ഫ്ലീ എന്നുള്ള ആ ഒരു ഫീലാണ് കേട്ടോ ഇതിന് വരുന്നത്. യൂസ് ചെയ്തതിന് ശേഷം എപ്പോഴും ഏതൊരു ഫേസ് വാഷ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക്, അല്ലെങ്കിൽ മിക്കവാറും ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് ആയത് കൊണ്ട് തന്നെ ചെറിയൊരു ഡ്രൈ ഫീൽ വരികയാണെങ്കിലും വന്നാലും ഇല്ലെങ്കിലും ഫേസ് വാഷിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്ത വന്നിട്ട് നമ്മളുടെ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് പ്ലസ് LHA ക്ലൻസറാണ്. ഇത് മെയിനായിട്ടും നമ്മുടെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആയിട്ടാണ് വരുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. ക്ലൻസറാണ്.
വിത്ത് ഓട്ട് എക്സ്ട്രാക്ട് സിങ്ക് ഒക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഈ ഒരു സാലിസിലിക് ആസിഡ് ഒക്കെ ഉണ്ടല്ലോ മെയിനായിട്ട് പിമ്പിൾസ് ആക്നെ ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. റെഡ്യൂസ് സെബം ആൻഡ് ആക്നെ ഫോർ ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻ. അപ്പം അതാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് 100 ml പ്രൊഡക്റ്റിന് 299 ആണ് MRP കേട്ടോ. പക്ഷെ ഓഫറിൽ മേടിക്കുന്ന സമയത്ത് നല്ല ഡിഫറൻസിൽ സാധനങ്ങൾ കിട്ടുക. ഇതും അതേപോലെ തന്നെ ഫേസിന് ഭയങ്കര ജെന്റിലായിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ എപ്പോഴും ഇത് യൂസ് ചെയ്ത ഉടനെ തന്നെ നേരത്തെ പറഞ്ഞ തന്നെ ഒരു ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പിമ്പിൾസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ നല്ല ഫേസ് വാഷ് തന്നെയാണ്. പിമ്പിൾസ് കുറയ്ക്കാനായിട്ട് ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേറെ ഇതിൻ്റെയൊക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് പറഞ്ഞില്ലേ, ഓരോ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കുറേ റിവ്യൂസ് നോക്കാറുണ്ട്, എങ്ങനെയുണ്ട് മേടിച്ചാന്നുള്ളത്. അപ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ട് ചിലർക്ക് ഇത് യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പിമ്പിൾസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതാണ് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സാലിസിലിക് ആസിഡ് ക്ലെൻസർ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു സെറാവിൻ്റെ ആണ് കേട്ടോ. ഇതറിയായിരിക്കും അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതിൽ നിന്ന് ഞാൻ ഇവരുടെ 2 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഇതും അതേപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ പൊതുവെ എപ്പോഴും ഓയിലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളില്ലേ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ് മേടിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന അത്രയും മോയ്സ്ചറൈസർ എനിക്ക് തികയുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസർ എനിക്ക് അത്ര വർക്ക് ആവുന്നില്ല. പിന്നെ ഒരു ഡ്രൈ ഫീൽ തോന്നുന്നതിനും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡ്രൈ സ്കിന്നിനുള്ള കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് കാണുന്നത്. അല്ലെങ്കിൽ മിക്കവാറും കയ്യിൽ എപ്പോഴും ഈ ഒരു ഓയിലി സ്കിന്നിൻ്റെ പ്രൊഡക്റ്റുകളേ ഉണ്ടാവുള്ളൂ. അപ്പം അതിൽ ഞാൻ ഈ ഒരു സെറാവിൻ്റെ ഒരു വെരി ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ മേടിച്ചിട്ടുണ്ട്. അടിപൊളി വെച്ചാൽ ഫേസ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കുന്നുണ്ട്. അടിപൊളി. ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഓയിലി സ്കിൻ ഉപയോഗിക്കുന്ന ഞാൻ പെട്ടെന്ന് ഡ്രൈ സ്കിന്നിലേക്കുള്ള ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവും കേട്ടോ. നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കുറച്ചധികം മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ഒരു സ്കിന്നിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റിലൊക്കെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് കാണിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസറിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പം അവരുടെ ഇതിനെക്കാട്ടും എനിക്ക് ആ ഒരു മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലെൻസറും മോശം എന്നല്ല പറയുന്നത്, വളരെ നല്ലൊരു ക്ലെൻസറാണ്. ഇത് മെയിനായിട്ടും നോർമൽ ടു ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഡ്രൈ സ്കിന്നും നന്നായിട്ട് ഇരിക്കണം കേട്ടോ. ഓവർ അധികം ഡ്രൈ ആക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറേ ഡ്രൈ സ്കിന്നർ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊരു ഫോമിങ് ക്ലെൻസറാണ്. നമ്മുടെ സ്കിന്നിൽ ഇതേപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും വരുത്താത്ത രീതിയിൽ സേഫ് ആക്കി വെക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഈ ഒരു സെറ്റഫിലിൻ്റെ ക്ലെൻസർ അല്ലേ, അതൊക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന സെറ്റഫിലിൻ്റെ ക്ലെൻസർ നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിലും വളരെ നല്ലതാണ്. അപ്പം അതേ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു ക്ലെൻസറായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് 3 എസെൻഷ്യൽ സെറാമൈഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പെർഫ്യൂം ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെ ഇല്ല, ഇല്ല അങ്ങനത്തെ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. ഇത് 88 ml ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടാകും. 490 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് റേറ്റ് വരുന്നത്. പക്ഷേ നമുക്ക് ഫേസ് നന്നായിട്ട് സേഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. മിക്കവാറും ഞാൻ കാണിക്കുന്നതൊക്കെ ഫേസിൽ സേഫാണ്. അപ്പോൾ നമ്മളൊരിക്കലും ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താ കാണിക്കണേന്ന്. മിക്കവാറും അതിനൊക്കെ റേറ്റ് കൂടുതലുണ്ട്. പക്ഷേ നമ്മൾ 100 രൂപയ്ക്ക് 190 രൂപയ്ക്കൊക്കെ ഇഷ്ടംമാതിരി ഫേസ് വാഷ് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഫേസ് വാഷ് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിനെ ഡാമേജ് ആക്കും, അല്ലെങ്കിൽ ഒരുപാട് കെമിക്കൽസ് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ക്ലെൻസർ മേടിക്കാത്ത കേട്ടോ. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ആണെങ്കിലും കുറച്ചൊരു എമൗണ്ട് കൂട്ടി മേടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് സേഫ് ആയിട്ടോ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ തീരെ വില കുറഞ്ഞ ചിലപ്പോൾ പ്രൊഡക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിൻ അത്ര നന്നായിരിക്കില്ല. ലോങ് യൂസിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, സ്കിന്നിന് അത് നാശമാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഒക്കെ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ സേഫ് ആക്കി വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇതെന്നെ കാണിക്കണം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സെറാവിൻ്റെ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇനി പറഞ്ഞില്ലേ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഇത് സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഡെർമാക്കോയിൻ്റെ ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് വാഷാണ്. ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടാവും മിക്കവാറും. ഫോർ ക്ലിയർ ആൻഡ് ഹൈഡ്രേറ്റഡ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹൈലറോണിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, മൾട്ടി വിറ്റാമിനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. 100 ml ആണ്. 279 അങ്ങനത്തെയൊക്കെ റേറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. പറഞ്ഞോ, സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ ആണ്. പിന്നെ മിനറൽ ഓയിൽസും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പം ആക്റ്റീവ് ആക്നെയൊക്കെ
അതായത് ഇങ്ങനെ വലിയ ആക്നീസും എപ്പോഴും പിമ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ ഡ്രൈ ഫീൽ വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസർ അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം ഇതാണ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കുറേ കാലം കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ഓയിലി സ്കിൻ ആണെങ്കിൽ രാവിലെയും രാത്രിയും നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഈ ഒരു ക്ലൈമറ്റിൽ പ്രത്യേകിച്ചും ഡ്രൈ സ്കിന്നുകാർ എന്ത് ചെയ്യുക, നൈറ്റിൽ മാത്രം ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറേ പ്രാവശ്യം ഫേസ് വാഷ് ചെയ്താൽ ഫേസ് നന്നായിരിക്കും എന്ന് വിചാരിക്കരുത്. നമ്മൾ കുറേ തവണ ചെയ്യുന്ന നല്ലതല്ല. മാക്സിമം 2 times നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒരു തവണയാണെങ്കിലും ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഒരു തവണയാണ് ചെയ്യണമെങ്കിൽ അത് നൈറ്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ വെറും നോർമൽ വാട്ടറിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകണം. നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ നാച്ചുറൽ ആ ഒരു ഓയിലിനൊക്കെ എന്താ പറയുക, ഓയിൽ ആ ഒരു ബാലൻസ് തെറ്റിക്കും. അപ്പം നമുക്കത് സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കി ഇഷ്യൂസും കാര്യങ്ങളും വരും. സോ നിങ്ങൾ വെറുതെ മുഖം കഴുകുകയാണെങ്കിലും ഒരു രാവിലേക്കും വൈകുന്നേരത്തിൻ്റെ ഒക്കെ ഇടയ്ക്കായിട്ട് ഒരു 1-2 മാക്സിമം കേട്ടോ. പക്ഷെ നമുക്ക് ആവശ്യമില്ല. മെയിനായിട്ട് നമ്മൾ രാവിലെ വൈകുന്നേരം മുഖം കഴുകുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇത് കാണിച്ചില്ലേ. പിന്നെ അടുത്ത വന്നിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര റിവ്യൂവും അതേപോലെ തന്നെ ഇടയ്ക്ക് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ദ ഫേസ് ഷോപ്പിൻ്റെ ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ആണ് റൈസ് വാട്ടർ ബ്രൈറ്റ് ഫോമിങ് ക്ലെൻസർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ഒരു ജെൽ ട്രാൻസ്ഫർ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതിൽ വരുന്ന ഫേസ് വാഷ് ആണ്. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ക്രീമി ടെക്സ്ചർ ലൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. നോക്കാട്ടോ, ഇടയ്ക്ക് ഈച്ച പാറി കളയ്ക്കുന്നുണ്ട്. അപ്പം ഇത് വെച്ചാൽ നമുക്കിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ മസാജ് ചെയ്യില്ല, ആ ഒരു ഫീലാണ്. ഒരു വൈറ്റ് ഒരു ക്രീം പോലത്തെ കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത്. പിന്നെ നമ്മളിപ്പോഴും ഫേസ് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യരുത്. മുഖം ഒന്ന് നനച്ചതിന് ശേഷം വേണം നമ്മളെപ്പോഴും ഫേസ് വാഷ് ഇട്ടിട്ട് ഒരു 30 സെക്കൻഡെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കളയാനായിട്ട്. അപ്പം ഇത് യൂസ് ചെയ്യുന്ന സമയത്തും ഭയങ്കര ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ആണ് കേട്ടോ ഫേസിന്. അപ്പം നമുക്ക് ആ ഒരു പോർട്സ് ഒക്കെ ക്ലീൻ ആയിട്ട് വരുന്ന ആ ഒരു ബ്രൈറ്റ്നസ് ആണ്. ഇതും നമുക്ക് നല്ല സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണെങ്കിലും എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും യൂസ് ചെയ്യാം, ഡ്രൈ സ്കിൻ ആണെങ്കിലും യൂസ് ചെയ്യാം, പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓയിലി സ്കിൻ ആണെങ്കിലും ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്തിട്ട് ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് ഫേസ് വാഷ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സെറ്റഫിലിൻ്റെ ഒരു ക്ലൻസറിൻ്റെ ഡ്രൈ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് ഞാൻ കാണിച്ചു തരുന്നത് ജസ്റ്റ് ഹെർബിൻ്റെ ഒരു ഫേസ് ബോഡി സ്ക്രബാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇതും തീരാനായിട്ട് ഫേസ് സ്ക്രബാണ്. നല്ലൊരു മണാട്ടോ. നമ്മുടെ കോഫീൻ്റെ ആ ഒരു സ്മെല്ല്, അത് കോഫീൻ്റെ സംഭവങ്ങളെ വരുന്നത് കോഫി വാൾനട്ടാണ് ഇതിൽ വരുന്നത്. എക്സ്ഫോളിയേറ്റ്, റിമൂവ്, ടാനിങ്, ബ്രൈറ്റൻ സ്കിൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം വീക്ക്ലി ഒരു തവണ എന്തായാലും ചെയ്യണം. 1-2 തവണ ഇത് ഇട്ടിട്ട് ഫേസ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്നും കൂടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്. ഇതൊക്കെയാണ് ഇത് നല്ലൊരു ക്ലൻസർ സ്ക്രബ്. ബാക്കിയുള്ളത് നമ്മുടെ ക്ലൻസറും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്കുണ്ട്. വേണമെങ്കിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.